പ്രിയമുള്ളവരെ, കഴിഞ്ഞ വീഡിയോയിൽ നടത്തത്തേക്കാൾ പ്രയോജനകരമായ 5 എക്സസൈസുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോ നൽകിയിരുന്നുവല്ലോ. എന്നാൽ ആ വീഡിയോയിൽ ചില പോരായ്മകൾ നിങ്ങളെല്ലാവരും ചൂണ്ടിക്കാണിച്ചു. ദയവായി ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ആ 5 എക്സസൈസുകൾ മാത്രം അടങ്ങിയിരിക്കുന്ന അതിൻ്റെ വീഡിയോകൾ, അതിനുൾപ്പെടെയുള്ള അതിൻ്റെ എക്സ്പ്ലനേഷനുകൾ, വിശദീകരണങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നു. ഈ 5 എക്സസൈസുകൾ എങ്ങനെ ചെയ്യുവാൻ കഴിയുമെന്ന് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. എക്സസൈസ് നമ്പർ 5, പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ഉള്ള വാൾ പുഷപ്പുകൾ. പുഷപ്പുകൾ അത്ലറ്റുകൾക്കോ സൈനിക പരിശീലനത്തിനോ മാത്രമുള്ളതാണെന്ന് മിക്ക ആളുകളും വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് മുതിർന്നവർക്ക് നിലനിൽക്കുന്ന ഏറ്റവും കുറച്ചു കാണുന്ന വ്യായാമമാണ് വാൾ പുഷപ്പ്. അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിനിലെ ഗവേഷകർ 60 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരിൽ അപ്പർ ബോഡി സ്ട്രെങ്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ ആഴ്ചയിൽ 3 തവണ പുഷപ്പുകൾ നടത്തിയവരുടെ പ്രവർത്തന ശക്തി വെറും 8 ആഴ്ചകൾക്കുള്ളിൽ 34% വർദ്ധിപ്പിച്ചതായി അവർ കണ്ടെത്തി. എന്നാൽ നടത്തം മാത്രമുള്ള ഗ്രൂപ്പിലോ അത് 7% മാത്രമായിരുന്നു. വാൾ പുഷപ്പുകളുടെ ഭംഗി എന്തെന്നാൽ അവ നിങ്ങളുടെ നെഞ്ച്, തോളുകൾ, ട്രൈസെപ്സ്, ഏറ്റവും പ്രധാനമായി വീഴ്ചകൾ തടയുന്ന നിങ്ങളുടെ കോർ സ്റ്റെബിലൈസിംഗ് പേശികൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം മസിൽ ഗ്രൂപ്പുകളെ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നു എന്നതാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ വളരെ പ്രധാനമാണ്. ചുമരിൽ നിന്ന് ഒരു കൈ അകലം വരെ നിൽക്കുക. തോളിൻ്റെ ഉയരത്തിലും തോളിൻ്റെ വീതിയിലും കൈപ്പത്തികൾ അതിനെതിരെ പരന്ന നിലയിൽ വയ്ക്കുക. തുടർന്ന് മൂക്ക് ചുവരിൽ തൊടുന്നതുവരെ മുന്നോട്ട് കുനിഞ്ഞ് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തിരികെ തള്ളുക. തലയിൽ നിന്ന് കാലിൻ്റെ ഹീല് വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നിലനിർത്തുകയും ചലനത്തിലുടനീളം നിങ്ങളുടെ കോർ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. 68 വയസ്സുള്ള റിട്ടയർഡ് അധ്യാപികയായ മാർഗരറ്റിന് ദിവസവും വാൾ പുഷപ്പുകൾ ചെയ്യാൻ തുടങ്ങുന്നതുവരെ അച്ചാറുകുപ്പികളുടെ അടപ്പ് പോലും തുറക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പുഷപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 1 മാസത്തിനുള്ളിൽ അവർ അവ എളുപ്പത്തിൽ തുറക്കാൻ തുടങ്ങി. ഈ വ്യായാമം നിങ്ങളുടെ കൈകളിലെയും തോളുകളിലെയും അസ്ഥികളുടെ ഡെൻസിറ്റി മെച്ചപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഓസ്റ്റിയോപോറോസിസിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ബോൺ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്നു. 6 മാസത്തെ പതിവ് പരിശീലനത്തിന് ശേഷം ബോൺ മിനറൽ ഡെൻസിറ്റിയിൽ 2.8% വർധനവ് കാണിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ മുകൾ ഭാഗം ക്രമേണ ദുർബലമാകുന്നു. ഞങ്ങൾ തുടരുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ വീഡിയോ ആസ്വദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ബെൽ ഐക്കൺ അമർത്തുമല്ലോ. എക്സസൈസ് നമ്പർ 4, ചെയർ സ്ക്വാറ്റുകൾ. 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രവർത്തനക്ഷമമായ വ്യായാമമായിരിക്കാം ചെയർ സ്ക്വാറ്റ്. ജേർണൽ ഓഫ് ഏജിംഗ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ പ്രസിദ്ധീകരിച്ച ഒരു സമഗ്ര പഠനത്തിൽ പതിവായി ചെയർ സ്ക്വാറ്റുകൾ നടത്തുന്ന മുതിർന്നവർ 2 വർഷത്തിനുള്ളിൽ അവരുടെ സിറ്റ് ടു സ്റ്റാൻഡ് സമയം, അതായത് ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതുമായ സമയം 43% മെച്ചപ്പെടുത്തുകയും ചലന വൈകല്യ സാധ്യത 38% കുറയ്ക്കുകയും ചെയ്തുവെന്ന് കണ്ടെത്തി. ചെയർ സ്ക്വാറ്റുകൾ നിങ്ങളുടെ ഗ്ലൂട്ടുകൾ, ഹാംസ്ട്രിങ്ങുകൾ, ലോവർ ബാക്ക് മസിൽസ് എന്നിവയുൾപ്പെടെ നിങ്ങളുടെ മുഴുവൻ പോസ്റ്റീരിയർ ചെയിനും ഉൾപ്പെടുത്തുന്നു. നിങ്ങളുടെ തുടകളുടെ മുൻവശത്തുള്ള ക്വാഡ്രിസെപ്സ് മസിൽസ് പ്രായമാകുമ്പോൾ മറ്റേതൊരു മസിൽ ഗ്രൂപ്പിനേക്കാളും വേഗത്തിലാണ് മാസ് നഷ്ടപ്പെടുന്നത്. പരിശീലനം ലഭിച്ചില്ലെങ്കിൽ 50നും 80നും വയസ്സിൻ്റെ ഇടയിലുള്ളവർക്ക് 40% വരെ അത് കുറയുന്നു. ഇതുകൊണ്ടാണ് പ്രായമായവർ താഴ്ന്ന കസേരകളിൽ നിന്നോ ടോയ്ലറ്റുകളിൽ നിന്നോ സഹായത്തിനായി കൈകൾ ഉപയോഗിക്കാതെ എഴുന്നേൽക്കാൻ പാടുപെടുന്നതിൻ്റെ കാരണം. ചെയർ സ്ക്വാറ്റ് ഈ മസിൽസിനെ പ്രത്യേകമായി ലക്ഷ്യമിടുന്നതാണ്. ഇത് ശരിയായി ചെയ്യുന്നതിന് നിങ്ങളുടെ കാലുകൾ ഇടുപ്പ് അഥവാ ഹിപ്പിൻ്റെ വീതിയിൽ അകറ്റി നിങ്ങളുടെ കാൽവിരലുകൾ അല്പം പുറത്തേക്ക് ചൂണ്ടി ഉറപ്പുള്ള ഒരു കസേരയുടെ അരികിൽ ഇരുന്നു കൊണ്ട് ആരംഭിക്കുക. ആക്കം കൂട്ടുന്നതിനായി നിങ്ങളുടെ കൈകൾ നെഞ്ചിന് മുകളിലൂടെ ക്രോസ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ നെഞ്ച് ഉയർത്തി നട്ടെല്ല് ന്യൂട്രലായി നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഹീല് വഴി തള്ളി എഴുന്നേറ്റ് നിൽക്കുക. 3 മുതൽ 4 സെക്കൻഡ് വരെ കസേരയിലേക്ക് തിരികെ ഇറങ്ങുന്ന താഴുന്ന ഘട്ടത്തിലാണ് ശരിക്കും മാജിക്ക് സംഭവിക്കുന്നത്. 71 വയസ്സുള്ള ഒരു അപ്പച്ചൻ റോബർട്ട് തൻ്റെ റിക്ലൈനറിൽ നിന്ന് എഴുന്നേറ്റ് 3 മാസത്തെ ദൈനംദിന ചെയർ സ്ക്വാറ്റുകൾക്ക് ശേഷം സഹായം ആവശ്യമുണ്ടായിരുന്ന ഇടത്ത് നിന്ന് ഇപ്പോൾ പേരക്കുട്ടികളോടൊപ്പം തറയിൽ കളിക്കുന്നതിലേക്ക് മാറി. നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ കാറിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ അവിടെ ഉപയോഗിക്കുന്ന കൃത്യമായ മസിൽസിനെയാണ് ഈ വ്യായാമം ശക്തിപ്പെടുത്തുന്നത്. വീഴുമോ എന്ന ഭയം പലപ്പോഴും ഒരു പ്രായമുള്ളവർക്ക് ഉണ്ടാകുന്നു. അവിടെ മുതിർന്നവർ കുറച്ച് നീങ്ങുകയും ദുർബലരാകുകയും വീഴാനുള്ള സാധ്യത കൂടുതലുമാണ്. എന്നാൽ ഈ അടുത്ത വ്യായാമം ആ ഭയത്തെ നേരിട്ട് ഡീല് ചെയ്യുന്നതാണ്. എക്സസൈസ് നമ്പർ 3, സിംഗിൾ ലെഗ് സ്റ്റാൻഡുകൾ. ബാലൻസ് നിങ്ങൾക്ക് ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒന്നായി തോന്നാം. പക്ഷെ അത് ശരിയായ പരിശീലനത്തിലൂടെ ഏത് പ്രായത്തിലും നാടകീയമായി മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു കഴിവാണ്. 70 വയസ്സിന് ശേഷം വെറും 10 സെക്കൻഡ് ഒറ്റക്കാലിൽ നിൽക്കാനുള്ള കഴിവ് അടുത്ത 7 വർഷത്തിനുള്ളിൽ എല്ലാ കാരണങ്ങളാലും മരണനിരക്ക് 50% കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മായോ ക്ലിനിക്കിൽ നിന്നുള്ള ഗവേഷണം വെളിപ്പെടുത്തുന്നു.
ഒരു കാലിൽ ബാലൻസ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ എത്ര കാലം ജീവിക്കുമെന്നും അതിലും പ്രധാനമായി നിങ്ങൾ എത്ര നന്നായി ജീവിക്കും എന്നതിൻ്റെ ഒരു പ്രവചനമാണ്. നിങ്ങളുടെ അകത്തെ ചെവിയിലെ വെസ്റ്റിബുലാർ സിസ്റ്റം, നിങ്ങളുടെ വിഷ്വൽ സിസ്റ്റം, നിങ്ങളുടെ പേശികളിലും സന്ധികളിലുമുള്ള നിങ്ങളുടെ പ്രോപ്രിയോസെപ്റ്റീവ് സിസ്റ്റം എന്നിങ്ങനെ 3 നിർണായക സംവിധാനങ്ങളെ ഒരേ സമയം വെല്ലുവിളിച്ചുകൊണ്ട് സിംഗിൾ ലെഗ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഈ വ്യായാമം പതിവായി പരിശീലിക്കുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി ഈ സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പുനഃക്രമീകരിക്കുകയാണ്. ഇത് ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മികച്ച സന്തുലിതാവസ്ഥയ്ക്ക് നയിക്കുന്നു. പ്രായമാകുമ്പോഴും ഉപയോഗക്കുറവിലും പേശികൾ വേഗത്തിലാണ് ക്ഷയിക്കുന്നത്. പക്ഷേ 80 വയസ്സിന് മുകളിലുള്ളവരിൽ പോലും അവ ലക്ഷ്യബോധമുള്ള പരിശീലനത്തിന് മികച്ച രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ആരംഭിക്കുന്നത് ലളിതമാണ്. പുരോഗതിയാണ് ഈ വ്യായാമത്തെ ഇത്ര ശക്തമാക്കുന്നത്. ഒരു കിച്ചൺ കൗണ്ടർ പോലെ ഉറപ്പുള്ള ഒരു പ്രതലത്തിന് സമീപം നിന്നുകൊണ്ട് ആരംഭിക്കുക. നിലത്ത് നിന്ന് 1 ഇഞ്ച് മാത്രം ഉയർത്തി 10 സെക്കൻഡ് പിടിക്കുക. ഇത് എളുപ്പമാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, തല വശങ്ങളിലേക്ക് തിരിക്കുക, അല്ലെങ്കിൽ തലയണ പോലെ മൃദുവായ പ്രതലത്തിലും നിൽക്കുക. ഓരോ പുരോഗതിയും നിങ്ങളുടെ സന്തുലിതാവസ്ഥയെ പുതിയ രീതിയിൽ വെല്ലുവിളിക്കുന്നു, പൊരുത്തപ്പെടുത്തലും പുരോഗതിയും നിർബന്ധിതമാക്കുന്നു. ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ നടത്തിയ ഒരു പഠനം കണ്ടെത്തിയത് ദിവസവും 5 മിനിറ്റ് മാത്രം സിംഗിൾ ലെഗ് സ്റ്റാൻഡുകൾ പരിശീലിച്ച മുതിർന്ന പൗരന്മാർ അവർ വീഴാനുള്ള സാധ്യത 36% കുറയ്ക്കുകയും നടത്തത്തിന്റെ വേഗത 12% വരെ മെച്ചപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. ചെറിയ വീഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്നത് നിർത്തിയ 74 വയസ്സുള്ള ഡൊറോത്തി 6 ആഴ്ചത്തെ ബാലൻസ് പരിശീലനത്തിന് ശേഷം പൂർണ്ണമായും ആത്മവിശ്വാസം വീണ്ടെടുത്തു. ഇപ്പോൾ ഹൈക്കിംഗ് ഗ്രൂപ്പുകളെ വരെ നയിക്കുന്നു. നിങ്ങൾ പതിവായി നിങ്ങളുടെ സന്തുലിതാവസ്ഥയെ വെല്ലുവിളിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം അക്ഷരാർത്ഥത്തിൽ പുതിയ ബന്ധങ്ങൾ വളർത്തുകയാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മുടെ പിന്നീടുള്ള വർഷങ്ങളിലും തുടരുന്നുവെന്ന് തെളിയിക്കുന്നു. വീഴുമോ എന്ന ഭയം പല മുതിർന്ന പൗരന്മാരെയും അവരുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നു. എന്നാൽ വെല്ലുവിളികൾ ഒഴിവാക്കുന്നത് യഥാർത്ഥത്തിൽ തളർച്ചയെ ത്വരിതപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത വ്യായാമം ഏകോപനം നിലനിർത്തുന്നതിന് വളരെ നിർണായകമാകുന്നത്. എക്സസൈസ് നമ്പർ 2, റെസിസ്റ്റൻസ് ബാൻഡ് റോസ്. വളരെയധികം പ്രായമായവരിൽ നിങ്ങൾ കാണുന്ന ആ മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്ന പോസ്റ്റർ കാഴ്ചയെ മാത്രമല്ല ബാധിക്കുന്നത്. ഇത് കൈഫോസിസ് എന്ന ഗുരുതരമായ ഒരു മെഡിക്കൽ അവസ്ഥയാണ്. ഇത് ശ്വസനം, ദഹനം, സന്തുലിതാവസ്ഥ എന്നിവയെ ബാധിക്കുന്നു. അതേസമയം വീഴ്ചയുടെ സാധ്യത 45% വരെ വർദ്ധിപ്പിക്കുന്നു. ഒരു പഠനത്തിൽ അമിതമായ മുന്നോട്ടുള്ള പോസ്റ്ററുള്ള വയോജനങ്ങൾക്ക് ദൈനംദിന പ്രവർത്തനങ്ങളിൽ സഹായം ആവശ്യമായി വരാനുള്ള സാധ്യത 3.47 മടങ്ങ് കൂടുതലാണെന്നും സാധാരണ പോസ്റ്റർ ഉള്ളവരെക്കാൾ മരണനിരക്ക് 44% കൂടുതലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പോസ്റ്ററൽ മസിൽസിന് ഫലത്തിൽ ഒന്നും ചെയ്യാത്ത നടത്തത്തിൽ നിന്ന് വ്യത്യാസമായി ഡ്രൈവിംഗ്, പാചകം, കമ്പ്യൂട്ടർ ജോലി തുടങ്ങിയ വർഷങ്ങളുടെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ റെസിസ്റ്റൻസ് ബാൻഡ് പരിശീലനം നിങ്ങളുടെ പുറകിന് ആവശ്യമായ പുൾ മോഷൻ നൽകുന്നു. നിങ്ങളുടെ പുറകിലെ പേശികൾ ഗുരുത്വാകർഷണത്തിനും നിങ്ങളെ മുന്നോട്ട് വലിക്കുന്ന ശീലങ്ങൾക്കും എതിരെ നിരന്തരമായ ഒരു പോരാട്ടത്തിലാണെന്ന് ഓർക്കുക. വ്യായാമമില്ലാതെ അവ അനിവാര്യമായും പരാജയപ്പെടും. വ്യായാമം ചെയ്യാൻ നെഞ്ചിൻ്റെ ഉയരത്തിൽ ഒരു റെസിസ്റ്റൻസ് ബാൻഡ് വയ്ക്കുക. ടെൻഷൻ ഉണ്ടാകുന്നതുവരെ പിന്നോട്ട് മാറി നിങ്ങളുടെ ഷോൾഡർ ബ്ലേഡുകൾ ഒരുമിച്ച് ഞെരുക്കുമ്പോൾ ഹാൻഡിലുകൾ നിങ്ങളുടെ വാരിയെല്ലുകളിലേക്ക് വലിക്കുക. നിങ്ങളുടെ ഷോൾഡർ ബ്ലേഡുകൾക്കിടയിൽ ഒരു വാൾനട്ട് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സങ്കല്പിക്കുക എന്നതാണ് പ്രധാനം. ഇത് നിങ്ങളുടെ കൈകൾ മാത്രം ഉപയോഗിക്കുന്നതിന് പകരം ശരിയായ പേശികളെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉറപ്പാക്കുന്നു. ആർക്കൈവ്സ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം കണ്ടെത്തി ആഴ്ചയിൽ 3 തവണ റെസിസ്റ്റൻസ് ബാൻഡ് വ്യായാമങ്ങൾ നടത്തിയ വയോജനങ്ങൾക്ക് അവരുടെ പോസ്റ്റർ അളവുകൾ ശരാശരി 3.2 ഇഞ്ച് മെച്ചപ്പെടുത്താനും അവരുടെ വിട്ടുമാറാത്ത നടുവേദനയൊക്കെ 58% കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വീഴ്ചകളെ തടയുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ശ്വാസകോശത്തിന് വികസിക്കാൻ കൂടുതൽ ഇടം നൽകിക്കൊണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ നന്നായി ശ്വസിക്കുവാനും സഹായിക്കുന്നു. പഠനങ്ങൾ ലങ്സിൻ്റെ കപ്പാസിറ്റിയിൽ 23% പുരോഗതിയും കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ പട്ടികയിലെ 1-ാം നമ്പർ വ്യായാമം ഈ ഗുണങ്ങളെല്ലാം തികച്ചും വ്യത്യസ്തമായൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എക്സസൈസ് നമ്പർ 1, ന്യൂറൽ റീവയറിങ്ങിനുള്ള തായ് ചി മൂവ്മെൻറ്റ് പാറ്റേണുകൾ. വാർദ്ധക്യത്തെയും ശാരീരിക തകർച്ചയെയും കുറിച്ച് നമുക്കറിയാമെന്ന് കരുതിയതെല്ലാം മാറ്റുന്ന ഒരു വ്യായാമമാണിത്. ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ ഗവേഷകർ 5 വർഷത്തിനിടെ 1200 മുതിർന്ന പൗരന്മാരിൽ പഠനം നടത്തിയപ്പോൾ ആഴ്ചയിൽ 3 തവണ വെറും 20 മിനിറ്റ് തായ് ചി പരിശീലിച്ചവർ വീഴാനുള്ള സാധ്യത 47% കുറച്ചു എന്ന് കണ്ടെത്തി. ശക്തി പരിശീലനം, ബാലൻസ് വർക്ക്, നടത്തം എന്നിവയുൾപ്പെടെ മറ്റെല്ലാ ഇടപെടലുകളെയും അത് മറികടന്നു. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് തായ് ചിയെ ആത്യന്തിക വ്യായാമമാക്കി മാറ്റുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്. ഈ പുരാതന രീതി പേശികളെ ശക്തിപ്പെടുത്തുകയോ ബാലൻസ് മെച്ചപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ മോട്ടോർ നിയന്ത്രണ പാറ്റേണുകളെ പുനഃക്രമീകരിക്കുകയാണ്. ചലനത്തെ കൂടുതൽ കാര്യക്ഷമവും യാന്ത്രികവുമാക്കുന്ന പുതിയ ന്യൂറൽ പാതകൾ സൃഷ്ടിക്കുന്നു.
സ്ഥിരമായി തായ് ചി പ്രാക്ടീഷണർമാരുടെ ബ്രെയിൻ സ്കാനുകൾ നോക്കിയപ്പോൾ മോട്ടോർ കോർട്ടക്സ്, ഹിപ്പോകാമ്പസ്, പ്രീഫോണ്ടൽ കോർട്ടക്സ് എന്നിവിടങ്ങളിൽ ഗ്രേ മാറ്ററിൻ്റെ ഒരു അളവ് വർദ്ധിച്ചതായി കാണിക്കുന്നുണ്ട്. മൂവ്മെൻറ്റ്, മെമ്മറി, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്നിവയ്ക്ക് ഉത്തരവാദികളായ മേഖലകളാണ് ഇത്. മന്ദഗതിയിലുള്ളതും സുഗമവുമായ ചലനങ്ങൾക്ക് ശരീരത്തിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും തമ്മിലുള്ള നിരന്തരമായ ഒരു വെയ്റ്റ് ഷിഫ്റ്റിംഗ്, റൊട്ടേഷൻ, ഏകോപനം എന്നിവ ആവശ്യമാണ്. ഇത് മറ്റ് വ്യായാമങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ നാഡീവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു. ഓരോ തായ് ചി ചലനവും അല്പം വ്യത്യസ്തമാണ്. ഇത് നിങ്ങളുടെ തലച്ചോറിനെ സജീവമായും പൊരുത്തപ്പെടുത്തലിനും നിലനിർത്തുവാൻ പ്രേരിപ്പിക്കുന്നു. എമോറി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു വിപ്ലവകരമായ പഠനം കണ്ടെത്തിയത് 70 വയസ്സിന് മുകളിലുള്ള തായ് ചി പ്രാക്ടീഷണർമാർക്ക് 20 വയസ്സിന് താഴെയുള്ളവരുടേതിന് സമാനമായ പ്രതികരണ സമയമുണ്ടെന്നും 10 വർഷത്തിനിടയിൽ പ്രാക്ടീഷണർമാരല്ലാത്തവരെക്കാൾ 32% മികച്ച വേഗത അവരുടെ നടത്തത്തിൽ നിലനിർത്തിയിട്ടുണ്ടെന്നും ആണ്. 2 വീഴ്ചകൾക്ക് ശേഷം തായ് ചി പരിശീലിക്കാൻ തുടങ്ങിയ 77 വയസ്സുള്ള ബാർബറ 3 വർഷത്തിലൊരിക്കൽ പോലും വീണിട്ടില്ലെന്നും 50 വയസ്സിലുള്ളതിനേക്കാൾ ഒരു ഉന്മേഷം അനുഭവപ്പെടുന്നുണ്ടെന്നും അവർ പറയുന്നു. വ്യായാമത്തിന് ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല. ഏത് ഫിറ്റ്നസ് ലെവലിനും ഇത് പരിഷ്കരിക്കുവാൻ കഴിയും. കൂടാതെ നിങ്ങളത് കൂടുതൽ കാലം പരിശീലിക്കും തോറും കൂടുതൽ പ്രയോജനകരമാകും. 5 വർഷത്തെ പതിവ് പരിശീലനത്തിന് ശേഷവും തുടർച്ചയായ പുരോഗതി പഠനങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് പ്രായമാകുമ്പോൾ പുതിയ ചലന രീതികൾ ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ഘടനാപരമായ ചട്ടക്കൂടിനുള്ളിൽ തായ് ചി അനന്തമായ ബലങ്ങൾ നൽകുന്നു. തായ് ചി ക്ലാസുകളുടെ സാമൂഹിക വശം മറ്റൊരു ഗുണവും നൽകുന്നുണ്ട്. ഗ്രൂപ്പ് ക്ലാസുകളിൽ പങ്കെടുക്കുന്നവർ ഒറ്റയ്ക്ക് വ്യായാമം ചെയ്യുന്നവരെ അപേക്ഷിച്ച് വിഷാദരോഗത്തിൻ്റെയും വൈജ്ഞാനിക തകർച്ചയുടെയും നിരക്ക് അവർക്ക് കുറവാണ്. സീനിയർ ഫിറ്റ്നസ്സിലെ വിപ്ലവം കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതിനെക്കുറിച്ചോ കൂടുതൽ മൈലുകൾ നടക്കുന്നതിനെക്കുറിച്ചോ അല്ല. പ്രായമാകുന്ന ശരീരങ്ങളുടെ പ്രത്യേക ദുർബലതകളെ ലക്ഷ്യം വെച്ചുള്ള വ്യായാമങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് ഇത്. അതേസമയം നാഡീവ്യവസ്ഥയുടെ ആരോഗ്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ 5 വ്യായാമങ്ങളും സംയോജിപ്പിക്കുമ്പോൾ വാർദ്ധക്യം ബാധിക്കുന്ന എല്ലാ പ്രധാന സിസ്റ്റങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു സമഗ്ര പരിപാടി ഇത് സൃഷ്ടിക്കുന്നു. പേശികളുടെ ശക്തി, സന്തുലിതാവസ്ഥ, ഭാവം, ഏകോപനം, നാഡീപ്രവർത്തനം. ലക്ഷ്യം വെച്ചുള്ള വ്യായാമത്തിന് വാർദ്ധക്യത്തിൻ്റെ പല വശങ്ങളും മാറ്റാനും നഷ്ടപ്പെട്ട പേശികളെ പുനർനിർമ്മിക്കാനും അസ്ഥികളെ ശക്തിപ്പെടുത്താനും മികച്ച ചലനത്തിനും അറിവിനും വേണ്ടി തലച്ചോറിനെ അക്ഷരാർത്ഥത്തിൽ പുനരുജ്ജീവിപ്പിക്കാനും കഴിയുമെന്ന് നമുക്കിപ്പോൾ അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവം പങ്കിടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ ഒരു കമൻ്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ.